ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം പുതുവഴി തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. അനന്തനന്മ സ്വരൂപനായ ദൈവമേ, ഓരോ ദിനവും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്ന അവിടുത്തെ പരിപാലനയും പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ കോണും വൃത്തിയും വെടുപ്പും ഉള്ളതാക്കി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാതാവേ, നന്ദി നിറഞ്ഞ ഹൃദയവുമായാണ് ഞാൻ അമ്മയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും സാന്ത്വനത്തിൻ്റെയും മാതാവായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ അവസ്ഥകളിൽ സ്നേഹനിർഭരമായ കരം നീട്ടി താഴ്മയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രതിസന്ധികളും അറിയാവുന്ന പരിശുദ്ധ ദൈവമാതാവേ, അത്ഭുതങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ അമ്മയുടെ പക്കൽ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഞങ്ങളെ കരുണയോടെ നോക്കേണമേ. സമാധാനത്തിലേക്ക് ജയിക്കുവാനുള്ള പ്രത്യാശയിലേക്കും ഉള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ അമ്മേ, ഞങ്ങളുടെ സ്നേഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറികടക്കാൻ കഴിയാത്ത വെല്ലുവിളികൾ, ഇവയെല്ലാം അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഇതിനെയെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആശ്വാസവും ശക്തിയും നൽകുന്നതിന് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ദൈവിക കരുതലിൽ വിശ്വാസവും കണ്ടെത്തുന്നതിനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കുകയും നിരാശരായവരുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ നിലനിർത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടും നിശ്ചയദാർഢ്യത്തോടും നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളുടെയും കൃപകളുടെയും വരങ്ങൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, ഇനി പുഞ്ചിരിക്കുവാൻ കാരണം കണ്ടെത്താതെ വരുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അത്ഭുതങ്ങളുടെ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ അത്ഭുതത്തിൽ, അടയാളത്തിൻ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുമെന്ന ഉറപ്പോടെ നിരാശരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും
പരിവർത്തനത്തിൻ്റെയും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ദൈവത്തിനു മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് അത്ഭുതങ്ങളുടെ മാതാവേ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നന്മയിലും മാതൃസ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അസാധ്യമായ സാഹചര്യങ്ങളിൽ ആഴത്തിലുള്ള വേദനകൾ ലഘൂകരിക്കുവാനും അസ്വസ്ഥരായ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനുള്ള സാധ്യതകളാക്കി മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ അമ്മേ മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള, അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ രോഗികളായ എല്ലാവർക്കും ആരോഗ്യവും രോഗസൗഖ്യവും നൽകണമെന്ന് അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ദൈവിക സൗഖ്യത്താൽ സ്പർശിക്കുവാനും കഴിയട്ടെ. നഷ്ടനിരാശകളും വേദനകളും മൂലം മുറിവേറ്റ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലെ ആശ്വാസം കണ്ടെത്തട്ടെ. പരിശുദ്ധ മാതാവേ, നിസ്സഹായരായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ജോലിയില്ലാതെ വിഷമിക്കുമ്പോഴും ഏകാന്തതയിൽ കഴിയുമ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ പാതകളിൽ പ്രകാശത്തിൻ്റെ പാതകളാക്കി മാറ്റണമേ. വൈവാഹിക പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ ദമ്പതികൾക്കും വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളുടെ മേലും പ്രതിസന്ധിയിലായ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപാകടാക്ഷം ചൊരിയണമേ. കാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ആർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ, അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേദനകളും ദുഃഖങ്ങളും അമ്മ അറിയുന്നുവല്ലോ. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. തീർച്ചയായും നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കും. ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിലും നിങ്ങൾക്കിടാവുന്നതാണ്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കണമേ.
ആവശ്യങ്ങളിൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദിവ്യമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലും അമ്മയുടെ സാന്നിധ്യം നിറയ്ക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും ഐക്യവും കണ്ടെത്തുന്നതിനും സ്നേഹബന്ധവും ധാരണയും നിലനിർത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തെറ്റിലും ആസക്തിയിലും എല്ലാ വഴികളിലും അകപ്പെട്ടു പോയ എല്ലാ യുവാക്കന്മാരെയും എല്ലാ മക്കളെയും ലോകത്തിൻ്റെ കെണിയിൽ നിന്നും സംരക്ഷിക്കണമേ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും തിരികെ നയിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തട്ടെ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരയുന്ന ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ദുർബലരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇരുട്ടിൻ്റെ നടുവിൽ വെളിച്ചം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ നിരാശയെ മറികടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുവാൻ ഇടയാകട്ടെ. ഓ പരിശുദ്ധ ദിവ്യമാതാവേ, അമ്മയുടെ അനന്തമായ നന്മയിലും നിരാശയുടെ ഭാരം വഹിക്കുന്ന ഹൃദയങ്ങൾ എല്ലാവരെയും അമ്മയുടെ മാതൃകൈകളിൽ ഞങ്ങൾ തരുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ കൈകൾ അവരുടെ മേൽ നീട്ടണമേ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം അമ്മയുടെ ശക്തിയുള്ള അത്ഭുതങ്ങളിലൂടെ അമ്മയുടെ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന, ഏറ്റവും വിഷമിക്കുന്ന എൻ്റെ ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആവശ്യത്തിൽ അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധമായ എൻ്റെ ഈ ആവശ്യം അമ്മയുടെ മധ്യസ്ഥതയാൽ അങ്ങേ പുത്രൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരണമേ. സ്നേഹത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ ദൈവമാതാവേ, സാമ്പത്തികമായി വളരെയധികം വിഷമിക്കുന്ന ഞങ്ങളുടെ വിഷമാവസ്ഥ ഏറ്റെടുത്ത് മാറ്റണമേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഞങ്ങളെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. തൊഴിലില്ലായ്മ മൂലം വിഷമിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ. ഏകാന്തത, വിഷാദം എന്നിവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. എല്ലാത്തരം ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ എപ്പോഴും അമ്മയുടെ കൈകളിൽ കാത്തുകൊള്ളണമേ. അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.